പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മളൊരു പുഡിംഗ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. റംബുട്ടാൻ ലെയർ പുഡിംഗ് ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ കുറച്ച് റംബുട്ടാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ വൈറ്റ് ഫ്ലഷ് നന്നായിട്ട് അരിഞ്ഞ് മാറ്റി വയ്ക്കാം. പിന്നെ ഞാനിവിടെ കോക്കനട്ട് ബിസ്ക്കറ്റ് ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 3 ടീസ്പൂൺ കസ്റ്റർഡ് പൗഡർ, പിന്നെ കുറച്ച് തണുത്ത വെള്ളം, കുറച്ച് തണുത്ത പാല്, ജെലറ്റിൻ, പിന്നെ നമുക്ക് 2 കപ്പ് പാല് വേണം, ആവശ്യത്തിന് പഞ്ചസാര. നമുക്ക് ആദ്യം കസ്റ്റർഡ് പൗഡർ തണുത്ത പാലിൽ കലക്കി വെക്കാം. നമുക്ക് ഫസ്റ്റ് ലെയർ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കാം. ഫസ്റ്റ് ലെയറിന് വേണ്ടി നമുക്ക് ക്രഷ് ചെയ്ത കോക്കനട്ട് ബിസ്ക്കറ്റ് സ്പ്രെഡ് ചെയ്ത് വെക്കാം. ഇതിൻ്റെ മീതെ നമുക്ക് പഞ്ചസാര പാനി ഒഴിച്ച് സെറ്റാക്കാം. ഇപ്പോൾ ഫസ്റ്റ് ലെയർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കസ്റ്റർഡ് തയ്യാറാക്കാം. അതിനായി 1 കപ്പ് പാലിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് തിളപ്പിക്കുക. തിളച്ചു വരുന്ന പാലിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റർഡ് ചേർത്ത് നമുക്ക് ക്രീമി ടെക്സ്ചർ ആക്കാം. ഈ ക്രീമി ടെക്സ്ചർ നമുക്ക് സെക്കൻഡ് ലെയർ ആയിട്ട് സ്പ്രെഡ് ചെയ്യാം. അതിനുശേഷം നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി സെറ്റ് ചെയ്യണം. ഇനി നമ്മുടെ തേർഡ് ലെയർ ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് പാലിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് തിളപ്പിക്കുക. ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളത്തിൽ അലിയിച്ച് വെച്ചിരിക്കുന്ന ജെലറ്റിൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി തിളച്ച് കുറുകണം. അതിനുശേഷം നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള റംബുട്ടാൻ പീസസ് നമുക്ക് സ്പ്രെഡ് ചെയ്യാം. ഇനി ടോപ്പ് ലെയറിലായി നമുക്ക് ജെലറ്റിൻ മിക്സ്ചർ സ്പ്രെഡ് ചെയ്യാം. ഇനി നന്നായി സെറ്റ് ചെയ്യാൻ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. റംബുട്ടാൻ റോ ആയിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ന്യൂട്രീഷൻ ഒന്നും നമുക്ക് നഷ്ടപ്പെടില്ല. നമുക്കിത് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ ബിസ്ക്കറ്റ് പൗഡർ വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തത്. അപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള പുഡിംഗ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.